Hi friends, welcome to Ammu's World. So ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വീഡിയോ ആരെ പറ്റിയിട്ടുള്ളതായിരിക്കുമെന്ന്. ഇത് ഓഫ് കോഴ്സ് വീണാസ് കറി വേൾഡിലെ നമ്മുടെ സ്വന്തം വീണ ചേച്ചിയെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചേച്ചിയുമായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാനിതുവരെ ചേച്ചിയെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ചേച്ചി എൻ്റെ ജീവിതത്തിൽ എത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഭാഗമായി എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു 3 വർഷം മുമ്പത്തെ സ്റ്റോറിയാണ്. അതായത് എനിക്കും ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. വീണ ചേച്ചി അന്ന് ഇത്ര പോപ്പുലർ അല്ല, ഒരു അറൗണ്ട് 1 lakh അങ്ങനെ അത്രയും തന്നെ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ അക്കൗണ്ടായിട്ട് ചേച്ചി ഒന്ന് സ്റ്റാർട്ടൊക്കെ ചെയ്തു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുമായിട്ട് ഫേസ്ബുക്കിൽ സംസാരിക്കുമായിരുന്നു. ചേച്ചിക്ക് ഓർമ്മ കാണാനൊന്നും ചാൻസ് ഇല്ല, കാരണം ചേച്ചി ഇപ്പോൾ വെളിച്ചപ്പാടാണല്ലോ. ചേച്ചി അറിയാത്തവരായിട്ട് ആരുമില്ല, വീണ ചേച്ചി അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ വീണ ചേച്ചിക്ക് ഒരുപാട് പേരുടെ മെസ്സേജസും ഇതുപോലെ ഒരുപാട് പേരോട് സംസാരിക്കുന്നതും ആയതുകൊണ്ട് എന്നെ ഒന്നും ഓർത്തിരിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചേച്ചിയോട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ചേച്ചി പറയായിരുന്നു, എങ്ങനെയുണ്ട് വീഡിയോ, ഇനിയും സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയാണ് വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട്, എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചേച്ചിയോട് ഞാൻ പറയും, ചേച്ചി ചേച്ചിയുടെ വീഡിയോയുടെ ഇൻട്രഡക്ഷനാണ് ഹൈലൈറ്റ്, ബാക്കി കുക്കിംഗ് ചാനൽസിൽ നിന്ന് ചേച്ചിയുടെ ഇൻട്രഡക്ഷനാണ് അടിപൊളിയാവുന്നത്. അന്ന് ചേച്ചി ചില വീഡിയോസിൽ, വളരെ ചുരുക്കം വീഡിയോസിൽ മാത്രമേ ഇൻട്രഡക്ഷൻ ചെയ്യാറുള്ളായിരുന്നു. അപ്പോൾ ചേച്ചി പറയും, എടാ ഭയങ്കര പ്രയാസമാണ്, എനിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാൻ ആകെ 2 മിനിറ്റ് ഇൻട്രഡക്ഷൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് പറയുന്നത്, എനിക്ക് ക്യാമറയുടെ ഇങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊന്നും കഴിയില്ല, എനിക്ക് പേടിയാണ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വീണ ചേച്ചിയാണ് ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ലൈവുകളും വലിയ വലിയ വീഡിയോസും സ്റ്റോറികൾ പറയണ വീഡിയോസും ഒക്കെ നല്ല കൂളായിട്ട് ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് എത്ര പെട്ടെന്നാണ് മാറിയതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അന്ന് 2 മിനിറ്റുള്ള ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പേടിയാണ്, എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്ന ഇത്രയും വലിയ ഫാമിലിയുടെ ഒരു ഓണറായിട്ട് മാറിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചേച്ചിയുടെ കഴിവ് കൊണ്ടിട്ടും ആ ഒരു എന്താ പറയുക, വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരു കാര്യം ചെയ്ത് നോക്കാനുള്ള ഒരു എഫോർട്ട് കൊണ്ടും നേടിയെടുത്തതാണെന്ന് തന്നെ പറയണം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബഹളം വെക്കുന്നതുകൊണ്ട് ഞാൻ അവനെയും കൂടെ കാണിക്കുന്ന പോലെ ഇരുത്തിയതാണ്. ഓക്കെ, പറയാം ബാക്കി. ഓക്കെ, അപ്പം സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, അന്ന് കുറച്ച് പേര് കാണുമല്ലോ ഇങ്ങനെ ഡിസ്ലൈക്ക് ചെയ്യാനും അതുപോലെ ആവശ്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ടൈപ്പ് കമൻസ് ഒക്കെ, നെഗറ്റീവ് കമൻസ് ഒക്കെ, പക്ഷേ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അന്നും ഉണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാർ. അപ്പം എനിക്കും അതുപോലത്തെ നെഗറ്റീവ് കമൻസ് കിട്ടുമായിരുന്നു, ചേച്ചിക്കും കുറേ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം ചേച്ചിയോട് നേരം പറഞ്ഞപ്പോൾ ജാൻചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം വിഷമിച്ച് ജാൻചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ജാൻചേട്ടൻ പറയുമായിരുന്നെന്ന് ചേച്ചി എന്നോട് പറഞ്ഞ കാര്യമാണ്, വീണ നീ എന്തിനാ വിഷമിക്കുന്നത്, മാങ്ങയുള്ള മാവിന് മാത്രമേ കല്ലേറ് കിട്ടാറുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി മുമ്പോട്ട് വരുമ്പോൾ മാത്രമാണല്ലോ ആൾക്കാർക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും ഒരു ഗുണം ഉള്ളത് കൊണ്ടാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്ത പോലും ഇല്ല. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുമ്പോൾ മാത്രമേ ആൾക്കാർക്ക് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റൂ. നമ്മളൊന്നും ചെയ്യാതെ വെറുതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഫ്രണ്ടിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് മാത്രമേ ക്രിറ്റിസിസവും അതുപോലെ സക്സസ്സും കൂടെ തന്നെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം ജാൻചേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് കമൻസ് കിട്ടുമ്പോഴും അതുപോലത്തെ അങ്ങനത്തെ ഇടയ്ക്ക് സിറ്റുവേഷൻസിൽ ഞാൻ ആ കാര്യം ഓർക്കാറുണ്ട്. പിന്നെ ചേച്ചി ബാക്കിയുള്ള യൂട്യൂബേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചേച്ചിക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്. അതായത് ചേച്ചിയെ പോലെ കുറച്ച് നൊസ്റ്റാൾജിയുടെ അസുഖം കൂടുതലുള്ള ആളാണ് ഞാനും. അതായത് ഇപ്പോൾ ചേച്ചി നാട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ, അതുപോലെ പൊതിച്ചോറിനെ പറ്റി പറയുമ്പോൾ, അങ്ങനെ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം ഞാനും അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജി കൂടുതലുള്ള ഒരു കൂട്ടത്തിലാണ്. ഇല്ലടാ
അമ്മ ഉണ്ടാക്കി തരുന്ന കറികളുടെ രുചികളെ പറ്റി പറയുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന കറികളുടെ രുചികളെ പറ്റി പറയുമ്പോഴൊക്കെ ഞാനും ഒത്തിരി റിലേറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ ഒരു സ്വന്തം ചേച്ചി അടുത്തിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ചേച്ചിയുടെ ഒരു ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നാടിനോട് നമുക്കുള്ള നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അത് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാവാൻ സാധിക്കാത്തതും നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളെ വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു വികാരമാണ് നാടിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത്. അത് ഒരുപാട് എനിക്ക് ചേച്ചിയുടെ വീഡിയോസിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനും ഒരുപാട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കണം അതെനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നാട്ടിലെ കാഴ്ചകളും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരുന്ന ആ കാഴ്ചകളുടെ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് തരുന്നത്. അമ്മയായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആയി പോകുന്ന സംഭവമാണ് ഞാനതിൽ. സോ ഞാനതിങ്ങനെ എന്താ പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് ചേച്ചി അമ്മയായിട്ട് ഉള്ള ആ മൊമെന്റ്സ് കാണുമ്പോൾ. നമുക്ക് ഭയങ്കര ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകും നമ്മൾ അതുമായിട്ട്. ഗോഡ് ബ്ലെസ് യു ചേച്ചി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. ഞാനിന്ന് ഫസ്റ്റ് അബുദാബിയിൽ വന്ന സമയത്ത് ഇപ്പം 3 years ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ വന്നത് അബുദാബിയിലേക്ക്. അന്ന് കുക്കിംഗ് അങ്ങനെ ഒട്ടും അറിയത്തില്ല. കാരണം എല്ലാം പ്ലേറ്റിൽ ഫ്രണ്ടിൽ വന്ന് കഴിച്ചിട്ടുള്ള ശീലമേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടേക്ക് വന്നപ്പോൾ യൂട്യൂബായിരുന്നു മെയിൻ ശരണം. അപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള പരീക്ഷണങ്ങളും കുക്കിങ്ങുകളും ഒക്കെ ആയിരുന്നു. കുക്കിങ്ങിനോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചെയ്ത് നോക്കാനും അതുപോലെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് മെസ്സേജും അയക്കാറുണ്ട്. ചേച്ചിയുടെ വീഡിയോസ് കാരണമാണ് ഇങ്ങനെ നമ്മൾ ജീവിച്ച് പോകുന്നത് തന്നെ. ഇങ്ങനെ യൂട്യൂബിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് ലൈഫൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണം വന്നു. ഫുൾ ചേച്ചിയുടെ അന്ന് ഓണസദ്യക്ക് കുറേ റെസിപ്പീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ നോക്കി നമ്മൾ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി അന്ന് ചേച്ചിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം ഇപ്പം വർഷങ്ങൾ കടന്നുപോയി. ഇപ്പം കുക്കിംഗ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കുക്ക് ചെയ്യും. പക്ഷെ ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കി ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഇത്ര കറികളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഇത് വീണ ചേച്ചിയുടെ അങ്ങനെ ചോറ് തൊട്ട് ഇങ്ങനെ എണ്ണി പറയാനായിട്ട് എല്ലാം വീണ ചേച്ചിയുടെ എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴും. അങ്ങനെ എല്ലാം വീണ ചേച്ചിയുടെ ഒരു ടച്ചുള്ള കറികളാണ് എല്ലാം വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറ്. കാരണം നമ്മൾ നോക്കി എത്ര അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ഉള്ളൊരു കാര്യമാണെങ്കിലും ഒന്നും കൂടി അത് ഒരു വീഡിയോ ഒന്ന് കണ്ട് ഒരു ഉറപ്പാണ് നമുക്കത് ചെയ്യുമ്പോൾ. അങ്ങനെ എല്ലാം ഒരു വീണ ചേച്ചിയുടെ ടച്ചുള്ള കറീസാണ് എപ്പോഴും നമ്മുടെ ടേബിളിൽ എപ്പോഴും നിരത്തി വെക്കാറുള്ളത്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ ചേച്ചി. എല്ലാ സ്ഥലത്തുള്ള മലയാളികളുടെ വീടുകളിലും ചേച്ചിയുടെ ടച്ചുള്ള വിഭവങ്ങളാണ് എല്ലാ നേരവും ടേബിളിൽ നിരക്കുന്നതെന്ന് പറയുന്നത് തന്നെ അതിലും വലിയൊരു ഭാഗ്യം തന്നെ വേറെ എന്താ വേണ്ടത്? വേറെ എന്തോ ഒരു അംഗീകാരത്തിനെക്കാട്ടിലും അത് തന്നെയല്ലേ വലിയൊരു അംഗീകാരം. ഒരു കാര്യം പറയുന്നത്, ഇന്നലെ ഞാനൊരു ഹാൻഡ് മിക്സർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ പോയായിരുന്നു. അപ്പോൾ ലുലു ചെന്നപ്പോൾ ആദ്യം ഇങ്ങനെ ഇലക്ട്രോണിക് സെക്ഷനിൽ കയറിയപ്പോൾ ഓവൻ്റെ സെക്ഷൻ വഴി പാസ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വീണ ചേച്ചി ഇന്ന് ഈ പാനസോണിക്കിൻ്റെ ഈ ഓവൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഇതാ വീണ ചേച്ചി വാങ്ങിച്ച ഓവൻ, ഇത് തന്നെയായിരുന്നു ഞാനിന്ന് വീഡിയോയിൽ കണ്ടായിരുന്നു. ഓക്കെ, ഈ ഓവനാണ് കേട്ടോ എനിക്കും വേണ്ടത്, ഓർത്ത് വെച്ചോ എന്ന് ഞാൻ പറഞ്ഞു. ഓവൻ്റെ സെക്ഷൻ കഴിഞ്ഞ് മിക്സിയുടെ സെക്ഷനിലേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് കേട്ടോ വീണ ചേച്ചിയുടെ മിക്സി, ഈ യെല്ലോ സ്വിച്ച് പൾസ് ബട്ടൺ ഉള്ളത്, 3 ബട്ടൺ ഉള്ളത്, ഇതാണ് കേട്ടോ വീണ ചേച്ചിയുടെ മിക്സി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴേ എനിക്ക് എന്തെങ്കിലും പറയാൻ. അപ്പം ഞാനപ്പോൾ ആലോചിക്കുന്നത്, വീണ ചേച്ചിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം. ഓരോ അവിടെ നടക്കുന്ന ഇൻസിഡൻസ്, അവിടുത്തെ സെലിബ്രേഷൻസ്, അവരുടെ ഓരോ വിശേഷങ്ങളും നമ്മുടെ സ്വന്തം ഒരാളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പോലെ നമുക്കറിയാം. അത്രയും ഒരു കണക്റ്റഡ് ആണെന്നുള്ള കാര്യമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പം ഓരോന്ന് പറയുമ്പോഴും ഇങ്ങനെ പറയാനുണ്ടാവും, വീണ ചേച്ചിയുടെ വീട്ടിൽ അതാണ്, അല്ലെങ്കിൽ വീണ ചേച്ചി ഇന്ന് ഇതാണ്, ഇന്ന് അവരുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു, ഇന്ന് അവിടെ ഗെറ്റ് ടുഗദർ ആയിരുന്നു, നാട്ടിൽ പോയ വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് എല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി മെമ്പറിനോട് തോന്നുന്ന അതേ അടുപ്പമാണ് വീണ ചേച്ചിയോട് ഒരുമാതിരിയുള്ള വീണ ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും തോന്നുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
ചേച്ചിയുടെ അബദ്ധങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒന്നീ നമുക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളായിരിക്കാം. ഇപ്പം നമുക്ക് അത് ഓർത്തിട്ട് തന്നെ ചിരി വരും. അപ്പോൾ ഓക്കെ, അതിനുള്ള റെമഡീസ് ഇതാണെന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ സംഭവിക്കാനിരിക്കുന്ന അബദ്ധങ്ങളായിരിക്കും. അതിൽ നിന്ന് നമ്മളെ ചേച്ചി രക്ഷിക്കുകയായിരിക്കും ചെയ്യുന്നത്. ചേച്ചിയുടെ അബദ്ധങ്ങൾ ഷെയർ ചെയ്യുന്നതും സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഒത്തിരി യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ചെയ്യാനിരിക്കുന്ന അബദ്ധങ്ങൾ തന്നെ ആയിരിക്കും അതിൽ നിന്ന് ചേച്ചി ആക്ച്വലി നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ലൈഫിൽ വന്നിട്ടുള്ള അബദ്ധങ്ങൾ ചേച്ചി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ലൈക്ക് ഒരു ഫസ്റ്റ് ഫ്ലാറ്റ് അവർ ഷിഫ്റ്റ് ചെയ്ത കാര്യവും പിന്നെ അതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും ലൈക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, അങ്ങനെ ഒരുപാട് ലൈഫിൽ തന്നെ സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ലൈഫിലും പൊതുവായിട്ട് ചേച്ചി ഗൈഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി കാണുമ്പോൾ ലൈക്ക് ഒത്തിരി റെസ്പെക്റ്റ് ആണ് ജാൻ ചേട്ടനോടും തോന്നുന്നത്. ലൈക്ക് ആ ഒരു സപ്പോർട്ടിനും ഒരുപാട് ഒരു സപ്പോർട്ട് ചേച്ചിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുള്ളത് നമുക്കത് മനസ്സിലാവും. ഒരു സ്നേഹം മനസ്സിലാവുമ്പോൾ ഒരു ലൈക്ക് ഫാമിലി ടുഗദർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കംപ്ലീറ്റ് പിക്ചറും ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ലൈക്ക് ഗോഡ് ബ്ലെസ് യു ചേച്ചി. എന്നും ഇങ്ങനെ തന്നെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ലൈക്ക് ഗോഡ് ബ്ലെസ് യു. അതന്നെ പറയാനുള്ളത്. മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ചേച്ചിയുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് ഓൾ ദ ബെസ്റ്റ്. എത്രയും വേഗം 1 million സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. ഇപ്പോൾ തന്നെ ആവും. ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. ലവ് യു ലോട്ട്സ്. ഹാവ് എ ഗ്രേറ്റ് ലൈഫ് ഹെഡ്. ജാൻ ചേട്ടനോടും പിള്ളേരോടും ഒക്കെ എല്ലാവരോടും ഒത്തിരി ഇഷ്ടം, ഒത്തിരി സ്നേഹം. ലവ് യു ലോട്ട്സ്. ടാറ്റാ.